മന്ത്രി സജി ചെറിയാനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. നിലവിലെ അന്വേഷണ റിപ്പോർട്ട് കോടതി റദ്ദാക്കി. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. സാലി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? അതുപോലെ മുൻപ് വിവാദമായ സജി ചെറിയാൻ്റെ പ്രസംഗത്തിൽ മുമ്പ് പോലീസ് ഒരു അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് കോടതി, തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അന്ന് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനെതിരെ ഈ ഹർജിക്കാരൻ തന്നെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെങ്കിലും ആ മജിസ്ട്രേറ്റ് കോടതി തുടരന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ചു. അങ്ങനെ കേസ് അവസാനിക്കുകയായിരുന്നു. തുടർന്നാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ഈ ഹർജിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി പരിഗണിച്ച് വിധി പറഞ്ഞത്. അത് അദ്ദേഹം അതിന് തീർപ്പാവുകയും അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തതല്ലേ ജിയോപാടി? പക്ഷേ അത് നിയമപരമല്ല, ആ ഭരണഘടനാ വിരുദ്ധമാണ് ആ പ്രസംഗം എന്നാണ് ഹർജിക്കാരൻ്റെ ആവശ്യം. 2022 ജൂലൈയിൽ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശവും പ്രസംഗവും ഒക്കെ ഉണ്ടായത്. അതിനെ തുടർന്ന് വിവാദമായി തുടർ നടപടികളിലേക്ക് കടന്നു. പോലീസ് അന്വേഷിച്ചു. പക്ഷേ അതിൽ കൃത്യമായി തെളിവ് ലഭിച്ചില്ല, സാക്ഷിമൊഴികൾ കൃത്യമായി ലഭിച്ചില്ല. അതിനെ തുടർന്ന് കേസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്താനാവില്ല എന്ന റിപ്പോർട്ട് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ആ തുടർ നടപടികളെല്ലാം അവസാനിപ്പിച്ച് കേസ് അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ആ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോയൽ എന്നയാൾ കോടതിയെ സമീപിച്ചത്. അതിൽ കോടതി അല്പം മുമ്പ് വിധി പറഞ്ഞു. കോടതി പറഞ്ഞത് പോലീസ് റിപ്പോർട്ട് നിയമപരമല്ല, അതുകൊണ്ട് ഇതിൽ ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിന് DGPയെ ചുമതലപ്പെടുത്തി. മന്ത്രി ആയതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ്. അതായത് ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്നാണ് സജി ചെറിയാൻ കോടതി അറിയിച്ചത്. പക്ഷേ അത് കോടതി പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടില്ല. വിശദമായൊരു അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല. അത് അംഗീകരിച്ച മജിസ്ട്രേറ്റിൻ്റെ നടപടിയും നിയമപരമല്ല. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. ഹർജിക്കാരൻ്റെ ആവശ്യം CBI അന്വേഷണമായിരുന്നു. പക്ഷേ CBI അന്വേഷണത്തിലേക്ക് കോടതി കടന്നിട്ടില്ല. കോടതി പറഞ്ഞത് DGPക്ക് തന്നെ വീണ്ടും ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയായിരുന്നു. മന്ത്രി ആയതുകൊണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കട്ടെ എന്ന് കോടതി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കും എന്നുള്ളതാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റേതാണ് വിധി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്.